Good morning, students. Adutha university question ആണ്. Find the rank of the matrix 1, 2, minus 1, 3, 2, 2, 4, 1, 5, 6, 7, 5. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1, 2, minus 1, 3, 2, 2, 4, 1, 5, 6, 7, 5. ഇതാണ് നമ്മുടെ മാട്രിക്സ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ ഏതാണ്? 1 ആണ്. 1, 2, minus 1, 3 ഫസ്റ്റ് റോ അങ്ങനെ എഴുതും. അതിനുശേഷം R2 ചേഞ്ചസ് ടു R2 minus 2R, അതായത് 1ന്റെ താഴെയുള്ള 2നെ നമുക്ക് 0 ആക്കി മാറ്റാം. ആ 0 ആക്കി മാറ്റി ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? ഈ R2ൽ നിന്ന് 2R കുറച്ചാൽ മതി. R2ൽ നിന്ന് 2R കുറച്ചാൽ നമുക്ക് എന്ത് വരും? 2 minus 2 0. ഇവിടെ നമുക്ക് 2ൽ നിന്ന് 2നെ ഇതിന് നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചിട്ട് കുറയ്ക്കുമ്പോൾ എത്ര വരും? 0 minus 2. 0 minus 2. ഇനി അതുപോലെ തന്നെ 4ൽ നിന്ന് 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യത്തിലാണ് 6 എന്ന് വരും. 4 minus +2. അപ്പോ ഇവിടെ 6 എന്ന് വരും. ഇവിടെ നമ്മൾ 1 മൈനസ് 2 കൊണ്ട് ഗുണിച്ചാൽ 6 വരുമ്പോൾ -5. അപ്പൊ രണ്ടാമത്തെ റോ നമുക്ക് എന്തായിട്ട് ചെയ്യിച്ചു വന്നു? 0 minus 2 6 minus 5. നമ്മൾ ചെയ്ത ഓപ്പറേഷൻ എന്താണ്? ഈ R2 എന്ന റോയിൽ നിന്ന് 2R കുറച്ചു. ഫസ്റ്റ് റോയിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് കറസ്പോണ്ടിങ് എലമെന്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് റോ നമുക്ക് എന്ത് കിട്ടി? 0 minus 2 6 minus 5. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഈ R3 എന്നാണ്. അതായത് ഈ 5നെ നമുക്ക് 0 ആക്കണം. 0 ആക്കണം എന്ത് ചെയ്താൽ മതി? R3 minus 5R1. R3 minus 5R. അപ്പൊ 5 മൈനസ് ഇതിനെ 5 കൊണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ 5 minus 5 0. ഇതിനെ 6ൽ നിന്ന് 2 10. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? -4. 6 minus 10 എന്ന് പറയുമ്പോൾ -4. ഇവിടെ നമുക്ക് എന്ത് വരും? 7 മൈനസ് ഇവിടെ എന്താണ്? +5 അല്ലെ? 7 plus 5 എന്ന് പറയുമ്പോൾ 12 ഉണ്ട്. 12 7 plus 5 12 അല്ലേ? ഇനി അടുത്ത സംഖ്യ എത്രയാണ്? 5 മൈനസ് ഇവിടെ 5 15 അല്ലെ? 15 വരുമ്പോൾ -10. അപ്പൊ മൂന്നാമത്തെ റോ എന്തായിട്ട് ചേഞ്ച് വന്നു? 0 minus 4 12 minus 10. നമ്മൾ ചെയ്ത ഓപ്പറേഷൻ എന്താണ്? R3 changes to R3 minus 5R1. R3ൽ നിന്ന് 5R കുറച്ച് 5 ഫസ്റ്റ് റോയിനെ 5 കൊണ്ട് ഗുണിക്കുന്നു. എന്നിട്ട് R3ൽ നിന്ന് അത് 5R കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ 0 minus 4 12 minus 10. ഓക്കെ, ഇനി ഇപ്പോ നോക്കാം. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴെയുള്ള എല്ലാം 0 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് അതാണ് -2 ആണ്. -2ന്റെ താഴെയുള്ളത് നമുക്ക് 0 ആക്കാം. അപ്പൊ 0 ആക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാം. അതായത് ഈ R3 എന്നുള്ള റോയില് കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട്. 2 കൊണ്ട് നമുക്ക് ഹരിക്കാം. R3/2. R3നെ 2 കൊണ്ട് നമ്മൾ ഹരിക്കാം. ഹരിച്ചു കഴിയുമ്പോൾ ഫസ്റ്റ് റോ 1 2 minus 1 3, സെക്കൻഡ് റോ 0 minus 2 6 minus 5, തേർഡ് റോ 0. നമ്മൾ 2 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ -4 എന്തായിട്ട് മാറും? -2. 12 2 ഹരിച്ചു 6 വരും. -10 2 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? -5. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം. അതായത് കോമൺ ആയിട്ടുള്ള ഫാക്ടർ 2 നമ്മൾ കളഞ്ഞു. -4 2 വരുമ്പോൾ -2 ആയി. 12 2 ഡിവൈഡ് ചെയ്തപ്പോൾ 6 ആയി. -10 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ -5. ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് റോ നമ്മൾ അങ്ങനെ എഴുതുന്നു. 1 2 minus 1 3. സെക്കൻഡ് റോ 0 -2 6 minus 5. തേർഡ് റോ ഈ സെക്കൻഡ് റോയുടെ -2ന്റെ താഴെയുള്ള ഈ -2 0 ആക്കും. ആ 0 ആക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻ R3 ചേഞ്ചസ് ടു R3 minus R2. R2ൽ നിന്ന് കുറയ്ക്കുകയാണ്. അപ്പൊ 0ൽ നിന്ന് 0 കുറച്ചാൽ 0 വരും. -2ൽ നിന്ന് -2 കുറച്ചാൽ 0 വരും. 6ൽ നിന്ന് 6 കുറച്ചാൽ 0 വരും. -5ൽ നിന്ന് -5 കുറച്ചാൽ 0. അപ്പൊ ഇതെന്തായി? ഇത് എക്കലോൺ ഫോം ആയി. കാരണം ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴെയുള്ള എല്ലാം 0 ആയി. സെക്കൻഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഉള്ളത് താഴെ 0 ആയി. റിമൈനിങ് റോസ് 0 ആയി. ഇതൊരു എക്കലോൺ ഫോം ആണ്. ഇതൊരു എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. Therefore, റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് in echelon form. Echelon form non zero rows ആണ്. non zero rows.
നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയുണ്ട്? 1. ഇതൊരു നോൺ സീറോ റോ ആണ്. ഇത് 2 നോൺ സീറോ റോ ആണ്. 2. Therefore റാങ്ക് ഈസ് ഈക്വൽ ടു 2. തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 2 എന്നാണ്. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്തത്. നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് റോ വൈസ് ഓപ്പറേഷൻ ആണ് ചെയ്തത്. റോ വൈസ് ഓപ്പറേഷനിലൂടെ ഫസ്റ്റ് റോയില് ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ളത് 0 ആക്കുന്നു. അതിനുശേഷമാണ് സെക്കൻഡ് റോ എടുക്കുന്നു. സെക്കൻഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെ 0 ആക്കുന്നു. അങ്ങനെയാണ് എക്ലോൺ ഫോമിലോട്ട് നമ്മൾ എത്തിക്കുക. ഇവിടെ ലാസ്റ്റ് നമുക്ക് എക്ലോൺ ഫോം ആണ് കിട്ടി. കാരണം എന്താണ്? ഈ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ താഴെയുള്ളത് 0 ആണ്. സെക്കൻഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെ 0 ആണ്. റിമൈനിങ് റോസ് 0 ആണ്. ഇതൊരു എക്ലോൺ ഫോം എന്ന് പറയുന്നു. എക്ലോൺ ഫോം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കും. ഇതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഇതിൽ 2 നോൺ സീറോ റോസ് ഉണ്ട്. റാങ്ക് ഓഫ് 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QT ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ.